സാർ എന്തായത്? ലേഡീസ് ഹോസ്റ്റലിലൊക്കെ മദ്യപിച്ച് വരുന്ന മോശമല്ലേ? എനിക്ക് പാർവതിയെ കാണണോ? സാർ പോയിട്ട് നാളെ വാ. സാർ പറയുന്ന ഇവിടെ ഉണ്ടായിരുന്നോ? എന്നാ പിന്നെ എളുപ്പമായി. കൈലാഷ്, നീ കുടിച്ചിട്ടുണ്ടോ? ഓ ഉണ്ട്. അതിലിപ്പോ എന്താ? ഞാൻ എന്തിനാ കുടിച്ചെന്ന് ചോദിക്കേ? ആര് കാരണ കുടിച്ചെന്ന് ചോദിക്കേ? ഇവള് കാരണം. നിൽക്കുന്നില്ലേ? ഇവളാണ് എല്ലാത്തിനും കാരണക്കാരി. പറയുന്ന കേക്ക് സാർ, പ്ലീസ് സാർ. വേണ്ട സാർ. സാർ ഞാൻ പറയുന്നത് കേക്ക് സാർ. ഒന്ന് പോകും സാർ. വേണ്ട, അവനെ വെറുതെ വിട്. നിങ്ങളെല്ലാവരും എന്ത് കാണാൻ നിൽക്കുക? എനിക്ക് പാർവതിയോട് കുറച്ച് പേഴ്സണലായിട്ട് സംസാരിക്കാനുണ്ട്. എല്ലാരും പോയിക്കോ. ഓ പാർവതി വാ. കൈലാഷ്, ദയവ് ചെയ്ത് നീ ഇപ്പൊ ഇവിടെ നിന്ന് പോ. നാളെ രാവിലെ എത്ര വേണമെങ്കിലും ഇവളോട് സംസാരിച്ചോ. ഐ കാൻ വെയിറ്റ്. എനിക്കിപ്പൊ സംസാരിക്കണം. എന്താ കൈലാഷ് ഈ കാണിക്കുന്നേ? കൈലാഷ്, നീ വീട്ടിലേക്ക് പോവാൻ നോക്ക്. ആന്റി അങ്കിള് നിന്നെ കാണാതെ ടെൻഷനായിട്ടിരിക്കായിരിക്കും. കൈലാഷ് വാ, ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടാക്കാം. വാ, കം. തൊട്ടുവരുത് തന്നെ. യു ഡോണ്ട് എവർ ട്രസ്റ്റ് മീ. ഞാൻ നിന്റെ അടുത്ത് സംസാരിക്കാനല്ല വന്നത്. പോന്നത്. ഗെറ്റ് ലോസ്റ്റ്. എന്താണെങ്കിലും പിന്നെ സംസാരിക്കാം. വേണ്ട, എനിക്ക് നിങ്ങൾ ആരെയും വിശ്വാസമില്ല. പിന്നെ സംസാരിക്കാം, പിന്നെ പറയാന്നൊക്കെ പറഞ്ഞ് എല്ലാവരും എന്നെ പറ്റിച്ചു. ഇന്ന് ഞാൻ സംസാരിക്കും. ഞാൻ സംസാരിച്ച് തീരുന്നവരെ ഒരാളും എന്റെ അടുത്തേക്ക് വന്നു പോരുത്. കൈലാഷിനോട് ഒന്ന് പോവാൻ പറ. സർ, എല്ലാരും പേടിച്ചിരിക്കുക. സർ ഒന്ന് പോ. നീ സംസാരിക്കരുത്, കേട്ടല്ലോ? ഞാൻ സംസാരിക്കും. ഞാൻ മാത്രമേ സംസാരിക്കൂ. നീ എന്നെ പറ്റിച്ചു. ഞാൻ നിന്നോട് എന്ത് തെറ്റാ ചെയ്ത? നിന്നെ ജീവനതുല്യ സ്നേഹിച്ചാണ് ഞാൻ ചെയ്ത തെറ്റ്. നീ എന്നെ ദൈവത്തെ പോലെയാണല്ലേ കാണുന്നത്? എന്നെ അങ്ങനെ കാണാൻ നിന്നോട് ഞാൻ പറഞ്ഞോ? എനിക്കറിയാം നീ എന്റെ സ്നേഹം മനസ്സിലാക്കാത്തതിന് കാരണം അവനാ. അവനെ പോലൊരു ചതിയന് നിന്റെ മനസ്സിൽ നീ സ്ഥാനം കൊടുക്കും. പക്ഷെ എനിക്കതില്ല. അതെന്താ? അവനെ നീ എപ്പോ മുതലാ പ്രേമിക്കാൻ തുടങ്ങിയ? ഈ സിറ്റിയിൽ വന്നതിന് ശേഷമല്ലേ? അല്ലേ? പക്ഷെ ഞാൻ നിന്നെ നാട്ടി വെച്ച് കണ്ടപ്പോ മുതൽ പ്രേമിച്ചു തുടങ്ങിയതാ. നീ ആരാണെന്ന് പോലും അറിയാതെ ഞാൻ നിന്നെ സ്നേഹിച്ചു. അതാണ് ട്രൂ ലവ്. ഞാൻ വലിയ പണക്കാരനായതാണോ നിന്റെ പ്രശ്നം? അങ്ങനെയാണെങ്കിൽ ഞാൻ അതെല്ലാം വലിച്ചെറിഞ്ഞു വരാം. അപ്പോഴെങ്കിലും നീ എന്നെ ദൈവത്തെ പോലെ അല്ലാതെ ഒരു സാധാരണ മനുഷ്യനായിട്ട് കാണുമോ? അപ്പോഴെങ്കിലും എന്റെ സ്നേഹം നീ മനസ്സിലാക്കുമോ? എന്തെങ്കിലും ഒന്ന് പറയൂ പാർവതി. കൈലാഷ്, നിനക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞില്ലേ?
പാറു നന്നായി ആലോചിച്ച് നാളെ നിന്നോട് സംസാരിക്കും. തൽക്കാലം നീ പോ. പറ്റില്ല. ഈ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കാതെ ഞാൻ പോവില്ല. ഭഗവതി, അവനോ അതോ ഞാനോ? എനിക്കതിപ്പോ അറിയണം. പറയാതെ ഞാൻ എങ്ങോട്ടും പോവില്ല. ഞാൻ ഇവിടെ കുത്തിയിരിക്കാം. കൈലാഷ് എണീക്ക്. കൈലാഷ് എന്താ ഇത്? ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ.